ഗുരുപൂജയെ അവഹേളിക്കുന്ന ഇടത് സംഘടനകൾക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗുരുപൂജയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയെ ഞാൻ 100% അംഗീകരിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു തലമുറയിൽ അതൊരു അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ ഗുരുവിനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഗുരുവിനെ എപ്പോഴും നമ്മൾ ആദരിക്കുക തന്നെ വേണം. അപ്പോൾ അത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതൊരു വിവാദ വിഷയമാവേണ്ട സാഹചര്യം ഒന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം എല്ലാ വർഷവും നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇത് ഫോളോ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. എല്ലാ വർഷവും ഇത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു വിവാദ വിഷയമേ ആക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഗുരുക്കന്മാരെ വന്ദിക്കാണ്ട് നമ്മൾ ഒരു വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് അത് ഒരിക്കലും ശരിയായ ഒരു രീതിയല്ല. എപ്പോഴും നമുക്ക് വിദ്യ പറഞ്ഞു തരുന്നവരെ നമ്മൾ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ആ വിദ്യ അഭ്യസിക്കാൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഫാഷൻ അതിൽ കിടന്നു വരേണ്ട കാര്യമില്ല. അവരുടെ കാല് തൊട്ടുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവരുടെ കാല് തൊട്ട് വന്ദിച്ച് തന്നെ വേണം നമ്മൾ ആ വിദ്യ അഭ്യസിക്കാൻ എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ ഗുരു കാരണന്മാരുടെ കാലിൽ തൊട്ട് വന്ദിച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ ശീലിച്ചേക്കുന്നത്. അത് തന്നെ ഇവിടെയും ചെയ്യുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ തന്നെ പഠിപ്പിക്കുന്ന ആളുകളുടെ കസേര കത്തിക്കുകയും കരിയോലൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. എന്തുവാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളൊരു രാഷ്ട്രീയമൊന്നുമല്ല, നമ്മളിത് കണ്ടു വളർന്ന് നമ്മുടെ രീതി അതാണ്. നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അത് പിന്തുടരണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഒരക്രമത്തിൻ്റെ മാർഗത്തിലേക്ക് പോയത് നല്ല രീതിയിൽ കുട്ടികൾ വളരണം. ഇപ്പോൾ കണ്ടില്ലേ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾ ഓരോന്ന്. അതൊക്കെ കണ്ടിട്ട് ആരാണ് ഇത്ര ഭയങ്കരമായിട്ട് ആക്ഷൻ എടുക്കുന്നത്? പറഞ്ഞു പോകുന്നുണ്ട് മുറയ്ക്ക്, അല്ലാണ്ട് വേറൊന്നും നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല, കൂടുന്നതല്ലാണ്ട്. പഠിപ്പിക്കുന്ന മാസ്റ്ററുടെ കസേര കത്തിക്കുകയും കരിയോലൊഴിക്കുകയും അവരുടെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്ന ഒരു രീതിയാണോ അല്ലെങ്കിൽ ഇതാണോ നല്ലതാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ പറയുന്നില്ല. നമുക്ക് ഈ രീതിയോട് എന്തായാലും എതിർപ്പില്ല. നമ്മുടെ കുട്ടികൾക്ക് എതിർപ്പില്ല, പേരൻസിന് ആർക്കും എതിർപ്പില്ല. ഗുരുപൂജ വേണ്ടതാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഗുരുക്കന്മാരോടുള്ള ഒരു ആദരവ് കാണിക്കുന്ന ഒരു ദിവസം. എല്ലാ ദിവസവും ഇവരെ സ്കൂളിൽ ദിവസവും ഗുരുവന്ദനമുണ്ട്. സരസ്വതി, ഗണപതി, ഗുരുബ്രഹ്മ, ഗുരു വിഷ്ണു ശ്ലോകം ചൊല്ലിയിട്ടാണ് അവരെ ഒരു ദിവസം തുടങ്ങണത്. അതെ, സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ കൂട്ടത്തിലൊരാളെ, മുതിർന്ന ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും കാല് കഴുകി വന്ദിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് കുട്ടികൾക്കും അതിലൊരു വിരുദ്ധ അഭിപ്രായമൊന്നും തോന്നിയിട്ടില്ല. അവർ വളരെ സന്തോഷമായിട്ടാണ് അവരുടെ അധ്യാപകരെ അന്ന് ആരതി ഒഴിഞ്ഞ് ചെയ്തത്. എല്ലാ ദിവസവും പിറന്നാളുള്ള കുട്ടികളെ സ്കൂളിൽ ടീച്ചേഴ്സ് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ അവർ തിരിച്ചു ചെയ്യുന്നു എന്നുള്ള പോലെ സന്തോഷമായിട്ടാണ് കുട്ടികൾ അത് ചെയ്തത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളും അതിനെ മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരു എതിർപ്പായിട്ട് ആർക്കും, കുട്ടികൾക്കും ഞങ്ങൾ പേരൻസിനും ഒന്നും തോന്നിയിട്ടില്ല. ഗുരുപൂജ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്ന് അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഗുരുവിനെ ആദരിക്കുന്നു. ഞങ്ങൾ ആരതി ഒഴിഞ്ഞ് ഒരു കളഭം തൊട്ട് കൊടുത്ത് ആദരിക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാ ഗുരു ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു തന്ന വഴിയിലൂടെ. പിന്നെ മുതിർന്നവരുടെ കാലുതൊട്ട് തൊഴിലൊക്കെ ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. ഇതെല്ലാ വർഷവും നടത്തി പോകാറുള്ളതാണ്. അതെ, പൂർണ്ണ തൃപ്തിയോടെയാണ് നടത്തുന്നത്. ഗുരുപൂജ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഞങ്ങൾ ആദരിക്കുന്നതായിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടാനും അങ്ങനെയൊക്കെ. ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എല്ലാ വർഷവും ഈ ഗുരു പൂർണിമയുടെ ഭാഗമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്.